അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അൻസാരികളെയും മുഹാജിറുകളെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരിൽ സാമ്പത്തികമായി സൗകര്യങ്ങളുള്ള ഒരു അൻസാരിയെ ഒരു മുഹാജിറിനെ ഏൽപ്പിക്കുക. ഇതായിരുന്നു നബിയുടെ പദ്ധതി. ഇത് ലോക ചരിത്രം തന്നെ അത്ഭുതപ്പെട്ട് നിന്നുപോയ ഒരു സംഭവമാണ്. കാരണം അഭയാർത്ഥികളെ കുടിയിരുത്തുക എന്ന് പറയുന്നത്, അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് ലോക രാഷ്ട്രീയത്തിൽ, സാമൂഹ്യ മീമാംസയിൽ എക്കാലവും വലിയ തലവേദന ഉണ്ടാക്കിയ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, ഇപ്പോഴും അതങ്ങനെയാണ് എന്ന് പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പരസ്പരം സഹോദരങ്ങളാക്കി മാറ്റുകയായിരുന്നു. അൻസാരികൾ തങ്ങളുടെ ഉത്തരവാദിത്തം ഒരിക്കലും മറന്നിട്ടില്ല. അവർ നബി പറയുന്ന ഈ സാഹോദര്യവൽക്കരണത്തിന് 100% തയ്യാറാണ്. നബിയോട് അവർ വന്ന് പറഞ്ഞു, ഈ പ്രക്രിയക്ക് മുൻ ഉദാഹരണങ്ങളില്ലല്ലോ, അതുകൊണ്ട് നബി എങ്ങനെയാണ് ഈ സാഹോദര്യം നടപ്പിലാക്കുന്നത് എന്നതൊക്കെ അവരുടെ ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് അവർ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ തോട്ടങ്ങൾ ഈന്തപ്പന തോട്ടങ്ങളാണുള്ളത് അധികം ആൾക്കാർക്കും. ഞങ്ങളുടെ തോട്ടങ്ങൾ ഞങ്ങൾ പകുതിയായി ഓഹരി ചെയ്യാം, അല്ലെങ്കിൽ അങ്ങ് എങ്ങനെയാണോ പറയുന്നത്, അഭിപ്രായപ്പെടുന്നത്, അങ്ങനെ ഓഹരി ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഓഹരി അല്ലെങ്കിൽ ഒന്നിലധികം ഓഹരികൾ ഞങ്ങളുടെ അൻസാരികളായ, ഞങ്ങളുടെ മുഹാജിറുകളായ സഹോദരങ്ങൾക്ക് ഞങ്ങൾ നൽകുകയും ചെയ്യാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ട്. അത് എന്താണ് എന്ന് നബി പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും നമുക്ക് അനുമാനിക്കാം. അങ്ങനെ 1 ഏക്കർ സ്ഥലം, 1/2 ഏക്കർ സ്ഥലം, 10 സെൻറ്റ് സ്ഥലം, ഒരു വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹാജിറുകളായ ആൾക്കാർക്ക് സ്വത്ത് ഓഹരി ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവണതയായിരുന്നുവെങ്കിൽ അവരൊരു പക്ഷേ പിന്നെ അതുമ്മയാണ് നിൽക്കുക. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരും ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരും മുഹാജിറുകളും അൻസാരികളും, അവർക്കിവിടെ കൃഷി ചെയ്യലല്ല ദൗത്യം. അവർക്കിവിടെ വലിയ വീടുണ്ടാക്കി സസുഖം ജീവിക്കുക എന്നുള്ളതല്ല. മറിച്ച് അവർ നെഞ്ചേറ്റിയ തൗഹീദിനെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്തിനെ ജനങ്ങൾക്ക് ശാസ്ത്രീയമായി വളരെ നല്ല നിലയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് അവർക്കൊരുപാട് ഭൂമി കൊടുക്കലല്ല ആവശ്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ തഖാസമു ബൈനക്കും അത്തമറാത്ത്, നബിയുടെ പോളിസി അതായിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് നിങ്ങൾ പറിക്കുമ്പോൾ അവർക്കും കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണമുണ്ടെങ്കിൽ അത് അവർക്കും കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഫലങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ പങ്കുവെച്ചാൽ മാത്രം മതി എന്നാണ്. അത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിൽ വരുത്തിയ ഈ സാഹോദര്യവൽക്കരണം അത് ഡീപ്പ് റൂട്ടഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങേ തലയിലായിരുന്നു. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നീ ഇവനെ നോക്ക്, ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നീ ഒന്ന് പരിഗണിക്കുക എന്ന് പറയുന്ന തരത്തിൽ ചെറിയതായിരുന്നില്ല. മറിച്ച് നമ്മുടെ പ്രമാണങ്ങൾ പറയുന്നത് മുഹാജിറായ സഹോദരനെ ഏറ്റെടുക്കുന്ന അൻസാരിയായ സഹോദരൻ്റെ സ്വത്തിൽ വരെ അനന്തരാവകാശം പോലും ഉണ്ടായിരുന്നു എന്നാണ്. ബദർ യുദ്ധം വരുന്നവരെ, അതായത് ഹിജ്റ 2-ാം വർഷം വരെയും, കൃത്യമായി പറഞ്ഞാൽ ആയത്തുൽ മീറാത്ത്, അനന്തരാവകാശം എന്ന സ്വത്ത് വിഭജനത്തിൻ്റെ നിയമം വരുന്നത് വരേക്കും പരസ്പരം മരിച്ചാൽ പോലും അനന്തരാവകാശം കൊടുക്കുന്ന ഒരു തരത്തിലായിരുന്നു അത്. അങ്ങനെ ആരെങ്കിലും കൊടുത്തോ കൊടുത്തിട്ടില്ലേ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് അത്രമാത്രം വലിയ വിവരങ്ങൾ ചരിത്രങ്ങളിൽ നിന്ന് കാണുന്നില്ല. ഏതായിരുന്നാലും അത്ര വലിയ ആശയവും വലിയ അർത്ഥവുമുള്ള ഒന്നായിരുന്നു ഈ മുവാഹാത്ത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് അവർ സ്വീകരിച്ചത്. കൂട്ടത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉദാഹരണം അദ്ദേഹം പറയുന്നതായി ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പറയുന്നു, എനിക്ക് സഹോദരനായി തന്നത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അദ്ദേഹം മദീനയിലെ ഒരു എണ്ണപ്പെട്ട പണക്കാരനായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് ഇതെല്ലാം തീരുമാനമായി ഞങ്ങൾ പിരിഞ്ഞ ഉടനെ തന്നെ
സഅദ് ബിൻ റബീഅ എന്നോട് പറഞ്ഞു, എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, രണ്ടും നല്ല തോട്ടങ്ങളാണ്. നിങ്ങൾ വന്ന് രണ്ടും ഒന്ന് കാണൂ, എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എങ്കിൽ പറയൂ, ഞാൻ അത് നിങ്ങൾക്ക് തരാം. എനിക്ക് 2 ഭാര്യമാരുണ്ട് നിലവിൽ. അവരിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കാം, നിങ്ങൾക്ക് അവളെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സമർത്ഥനായൊരു വ്യാപാരിയായിരുന്നു, അശറത്തുൽ മുബശ്ശിറത്തിൽപ്പെട്ട ആളായിരുന്നു, ശക്തമായ ഈമാനിൻ്റെ പ്രതിരൂപമായിരുന്നു അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. അതൊന്നും വേണ്ട സഹോദര, ഞാനൊരു കച്ചവടക്കാരനാണ്, എനിക്ക് നിങ്ങൾ അങ്ങാടിയിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അങ്ങാടി സൂഖു ബനി ഖൈനുഖ ആയിരുന്നു, യൂതന്മാരായ ബൈനു ഖൈനുഖായിൻ്റെ അങ്ങാടിയായിരുന്നു. ഇവിടേക്ക് കാണിച്ചു കൊടുത്തു. റഹ്മാൻ ബിൻ ഔഫ് അങ്ങോട്ടിറങ്ങി, വാങ്ങിയും വിറ്റും മക്കയിലെ പ്രതാപം അദ്ദേഹം തിരിച്ചു പിടിച്ചു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അൻസാരികൾക്കും മുഹാജിറുകൾക്കും ഈ സാഹോദര്യം ഹൃദയപൂർവ്വം തന്നെയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.